തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലവിലുള്ള കേരളത്തിലെ വോട്ടർ പട്ടിക മരവിപ്പിച്ചിരിക്കുന്നു. ഇനി SIRൽ പേര് ചേർക്കുന്നവർക്ക് മാത്രമാകും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ വോട്ടവകാശം. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുമോ എന്ന ആശങ്കയാണ് രാഷ്ട്രീയ പാർട്ടികൾക്കും ജനങ്ങൾക്കും. നിലവിലെ വോട്ടർ പട്ടികയിലെ അനർഹരെ ഒഴിവാക്കി അർഹതയുള്ളവരെ ഉൾപ്പെടുത്തണമെന്നായിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യമെങ്കിലും അത് പരിഗണിക്കപ്പെട്ടില്ല. പകരം കേരളത്തിൽ അവസാനമായി SIR നടന്ന 2002 വോട്ടർ പട്ടിക ആധാരമാക്കിയാണ് പരിഷ്കരണം. ഇനി വോട്ടർ പട്ടികയിൽ ഇടം നേടുന്നത് എങ്ങനെയെന്ന് നോക്കാം. 2002 വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്കും അവരുടെ മക്കൾക്കും രേഖകളൊന്നും സമർപ്പിക്കാതെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. എന്നാൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ 2002 വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ തങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണെന്ന് തെളിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന 12 രേഖകളിൽ ഒന്ന് സമർപ്പിച്ചാൽ മാത്രമേ വോട്ടവകാശം പുനഃസ്ഥാപിക്കാനാകൂ. എന്തൊക്കെയാണ് ആ 12 രേഖകൾ? സർക്കാർ ജീവനക്കാരാണെങ്കിൽ തിരിച്ചറിയൽ കാർഡ്, വിരമിച്ചവരാണെങ്കിൽ പെൻഷൻ പേയ്മെന്റ് ഓർഡർ. സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസുകൾ, LIC, പൊതുമേഖലാ ബാങ്കുകൾ എന്നിവ 1987 മുൻപ് നൽകിയ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിക്കാം. ജനന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, അംഗീകൃത ബോർഡുകളും സർവകലാശാലകളും നൽകുന്ന വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ്, സ്ഥിര താമസം തെളിയിക്കുന്ന സംസ്ഥാന സർക്കാർ സർട്ടിഫിക്കറ്റ്, വനാവകാശ സർട്ടിഫിക്കറ്റും ഉപയോഗിക്കാം. ജാതി സർട്ടിഫിക്കറ്റ്, ദേശീയ പൗരത്വ രജിസ്റ്റർ, അത് ബാധകമാകുന്ന ഇടത്ത് മാത്രം. സംസ്ഥാനം തയ്യാറാക്കുന്ന ഫാമിലി രജിസ്റ്റർ, സർക്കാർ ഭൂമിയോ വീടോ അനുവദിച്ചതിന്റെ സർട്ടിഫിക്കറ്റ്. 12ാമതായി ആധാർ കാർഡ്. 2002 പഴയ പട്ടിക അടിസ്ഥാന രേഖയാക്കുന്നതോടെ കേരളത്തിൽ 50 ലക്ഷത്തിലേറെ വോട്ടർമാർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നാണ് ആശങ്ക. മരിച്ചവരുടെയും ഇരട്ട വോട്ടുള്ളവരുടെയും പേരുകൾക്കൊപ്പം കുടിയേറിയവർ, വിദേശികൾ എന്നിവരുടെ പേരുകളും നീക്കപ്പെടും. ഇനി 2002 വോട്ടർ പട്ടികയിൽ സ്വന്തം പേരില്ലാത്തവരും മാതാപിതാക്കളുടെ പേരില്ലാത്തവരും എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇക്കൂട്ടരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 3ആയി തരംതിരിച്ച് അവർക്ക് വോട്ടവകാശം ലഭിക്കാൻ സമർപ്പിക്കേണ്ട രേഖകൾ ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 1987 ജൂലൈ 1 മുൻപ് ജനിച്ചവർ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ സമർപ്പിച്ചാൽ മതി. 1987 ജൂലൈ 1 2004 ഡിസംബർ 2 ഇടയിൽ ജനിച്ചവർ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ മാതാവിന്റെയോ പിതാവിന്റെയോ ഏതെങ്കിലും ഒരാളുടെ ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖയും നൽകണം. 2004 ഡിസംബർ 2 ശേഷം ജനിച്ചവരാണെങ്കിൽ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ മാതാവിന്റെയും പിതാവിന്റെയും ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കണം. വോട്ടറുടെ രക്ഷിതാക്കളിൽ ആരെങ്കിലും ഇന്ത്യൻ പൗരന്മാർ അല്ലെങ്കിൽ ജനന സമയത്തെ രക്ഷിതാവിന്റെ വിസയുടെയും പാസ്പോർട്ടിന്റെയും പകർപ്പും നൽകണം. തീർന്നില്ല. 2002 വോട്ടർ പട്ടികയിൽ സ്വന്തം പേരുള്ളവരും മാതാപിതാക്കളുടെ പേരുള്ളവരും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ നൽകണം. എന്നാൽ അവർ അപേക്ഷയ്ക്കൊപ്പം പൗരത്വം തെളിയിക്കുന്നതിനുള്ള 12 രേഖകളിൽ ഒന്നും സമർപ്പിക്കേണ്ടതില്ല. കമ്മീഷൻ പ്രസിദ്ധീകരിച്ച 2002 വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്നതിന് രേഖ കാണിച്ചാൽ മാത്രം മതി. ഇനി പ്രധാനപ്പെട്ട തീയതികൾ കൂടി നോക്കാം. ഒക്ടോബർ 28 മുതൽ നവംബർ 3 വരെയാണ് എന്യൂമറേറ്റർമാരുടെ പരിശീലനം. നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ വീട് വീടാന്തരം അപേക്ഷാ ഫോം വിതരണം ചെയ്യും. ഡിസംബർ 9 SIR കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഡിസംബർ 9 മുതൽ ജനുവരി 8 വരെ വോട്ടർ പട്ടികയിലെ പരാതികളും ആക്ഷേപങ്ങളും സമർപ്പിക്കാം. ഡിസംബർ 9 മുതൽ ജനുവരി 31 വരെ പരാതികളിൽ നോട്ടീസും ഹിയറിംഗും പരിശോധനയും നടക്കും. 2026 ഫെബ്രുവരി 7 SIR അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും.